Hello, welcome again to Cuisine 1973. ഇന്നത്തെ ഡിഷ് മെക്സിക്കൻ ബറിറ്റോസ് വിത്ത് ചിക്കൻ. വെജിറ്റേറിയൻസ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ചിക്കൻ വിത്ത് വെജീസ് ലൈക്ക് മഷ്റൂം, പനീർ ആൻഡ് ഓൾ. ഇവിടെ ഇന്നിപ്പോൾ ചിക്കൻ 200 grams എടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് ചീസ് ആൻഡ് ബസ്മതി റൈസ് കുക്ക്ഡ് ആണ്. ഒരു 1/4 കപ്പ് ചോറ് അരി വേവിച്ചത് ചോറാണ്. മയോണൈസ്, പിന്നെ ഒറിഗാനോ ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി. ചില്ലി ഫ്ലേക്സ്. ദെൻ ഇത് ആക്ച്വലി ഗ്രീൻ ചില്ലി ഞാൻ വിനീഗറിൽ സോൾട്ടുമായിട്ടിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജലപ്പനോസ് ആണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്, പക്ഷെ അത് ലോക്ക്ഡൗൺ ആയ കാരണം അവൈലബിൾ അല്ലായിരുന്നു. അപ്പം നല്ലൊരു ഇതായിട്ടുള്ള പച്ചമുളക് ഞാൻ കുറച്ച് നേരമായിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക വിനീഗറിൽ ഉപ്പിലും ഇട്ട്. ഇനി കൊറിയാൻഡർ ലീവ്സ്, ക്രഷ്ഡ് ഗാർലിക് ഒരു 1 tablespoon, 2 tablespoon ബട്ടർ ഉണ്ട്. സോൾട്ടഡ് അല്ലെങ്കിൽ അൺസോൾട്ടഡ് ഏതായാലും എടുക്കുക. ഇവിടെ ഞാൻ അൺസോൾട്ടഡ് ആണ് എടുത്തത്. ഇനി ഇത് ചപ്പാത്തീസ്, നമുക്ക് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തീസ് വാങ്ങാൻ കിട്ടുന്ന ചപ്പാത്തി ആയാലും മതി, ഞാൻ അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ തിന്നായിട്ട് ചപ്പാത്തി പരത്തിയെടുത്താലും മതി. അതൊരു 8-10 എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പാല്. ഫോർ ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻസ് പ്ലീസ് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ. ഇനിയിപ്പോൾ ഒരു പാനിൽ 2 tablespoon ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്യിക്കുക. ഇതിലേക്ക് നമുക്കിനി ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്യാം. ചോപ്ഡോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തോ എങ്ങനെയാലും ആഡ് ചെയ്യാം. അത് നല്ലതായിട്ട് സോട്ട് ചെയ്ത ഗാർലിക്കിൻ്റെ നല്ല മണം വരണം, സ്മെല്ല്, ബട്ടറിൽ മൂക്കുന്ന മണം. അത് നന്നായിട്ട് സോട്ട് ചെയ്യണം. അത് ഗാർലിക്ക് നല്ല ഇതായി കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ആഡ് ചെയ്യുക. വെജിറ്റേറിയൻസിന് ഈ സ്ഥാനത്ത് പനീർ, മഷ്റൂംസോ അല്ലെങ്കിൽ ക്യാരറ്റ്സ്, കോളിഫ്ലവർ, ബീൻസ് അങ്ങനത്തെ വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഇങ്ങനെ ഏത് വേണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ചിക്കന് പകരം. എന്നിട്ട് ഒരു 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ വേകാനായിട്ട്. പെപ്പർ ആഡ് ചെയ്യണം. ഇനി അതൊരു 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്തു. കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വേവിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്യാം ചിക്കൻ വെന്തോ എന്നുള്ളത്. പെട്ടെന്ന് കിട്ടും, 2 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അത് ഒരു 2 tablespoon ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. സ്പൈസിനെസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇതിൽ വേറെ എരിവൊന്നും വരില്ല. ചില്ലി ഫ്ലേക്സും പിന്നെ ജലപ്പനോസ് ആഡ് ചെയ്യുന്നതിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഇനി മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കൂടെ തന്നെ 1/2 കപ്പ് പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ചീസിൻ്റെ കൂടെ തന്നെ പാലും കൂടെ അങ്ങ് ചേരുമ്പം അത് നന്നായിട്ട് മിക്സായി കിട്ടും. ഈ സ്ഥാനത്ത് ഇത് മൈദ ആഡ് ചെയ്ത് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഞാനിവിടെ മയോണൈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ മയോണൈസ് ആഡ് ചെയ്യുകയാണ്. അതൊരു 2 tablespoon മയോണൈസ്, 2 to 2.5 ഉണ്ട്. ഇത് വൈറ്റ് സോസിന് പകരം ഞാൻ മൈദ അവോയ്ഡ് ചെയ്ത് മയോണൈസ് ആക്കിയതാണ്. മറ്റത് മൈദ ആഡ് ചെയ്ത് കൊടുത്താലും മതി പാലിൻ്റെ കൂടെ. ഇനി നമുക്ക് കുക്ക്ഡ് ബസ്മതി റൈസ് ആഡ് ചെയ്യാണ്. ഇതൊരു 1/2 കപ്പ് ചോറോളം വരും, 1/4 കപ്പ് ചോറ് വരും. കാരണം ഒരു 1/4 കപ്പ് അരി വേവിച്ച് കുറച്ച് അരി വേവിച്ചെടുത്തതാണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്യുക. ഇനിയിപ്പം ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിനീഗറിൽ സോൾട്ടിൽ ഇട്ട് വെച്ച ഗ്രീൻ ചില്ലീസ്. ജലപ്പനോസ് ആണ് കിട്ടുന്നുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് 2-3 മതിയാവും. അതൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ ഒറിഗാനോ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ആഡ് ചെയ്യേണ്ട, ഇത് ഓപ്ഷണലാണ്. ഇത് ഒരു 2 ടീസ്പൂണോളം ഒറിഗാനോ ആഡ് ചെയ്തിട്ടുള്ളൂ. കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുള്ള ഫില്ലിംഗ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി അത് ഒന്ന് ചുട്ടെടുക്കുക മീൻസ് ഇത് ആക്ച്വലി അവർ ടോർട്ടിലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2 സൈഡ് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും ആകാൻ പാടുള്ളൂ. കാരണം നമ്മൾ അതിനെ ഫില്ലിംഗ് വെച്ചിട്ട് പിന്നെ രണ്ടാമത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എരിവിന് ബേസ് വേണമെന്നുള്ളവർക്ക് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചില്ലി സോസാണ് ആഡ് ചെയ്തത്, അതിൻ്റെ ഒരു എരിവ് കിട്ടും. ഇല്ല, ഒരു ടാങ്കിനെസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് 2 സ്പൂണോളം ഫില്ലിംഗ് വയ്ക്കുക. എന്നിട്ട് അതിനെ നമുക്കിങ്ങനെ റോൾ ചെയ്ത് മടക്കിയെടുക്കാം. ആ ഒരു ചീസിൻ്റെ ഒരു മൊസറല്ല ചീസായതുകൊണ്ട് അത് ഒട്ടലുണ്ട്, അതങ്ങ് ഒട്ടി അങ്ങനെ ഇരുന്നോളും. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇത് മൈദയുടെ വാട്ടറും കൂടെ വെച്ചിട്ടുള്ളൊരു പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് ശകലം വെച്ചിട്ട് നമുക്കത് തുറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം ഫില്ലിംഗ് വെച്ച് തയ്യാറാക്കി. ഇതിപ്പോൾ ഒരു 10 എണ്ണത്തിനുള്ള ഇത് വരും ആ ഫില്ലിങ്. ഇനി നമുക്കതിനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ബട്ടർ ഗ്രീസ് ചെയ്യുകയാണ് പാനിൽ. എന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ പുറത്തും നമുക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. ഓയിൽ വേണമെന്നുള്ളവർക്ക് സാധാരണ റിഫൈൻഡ് ഓയിലോ ഒലീവ് ഓയിലോ ഏതാണെന്ന് വെച്ചാൽ പാനിൽ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ വശവും നല്ല മൊരിഞ്ഞ് വരണം, കാരണം ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകത്ത് ഈ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് ഒരു ച്യൂയി ഫീലും വരും. അങ്ങനെ അത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാ വശവും ഇങ്ങനെ ഒന്ന് മൊരിച്ച് എടുക്കുക. ഇങ്ങനെ ഓരോന്നും തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചെടുക്കുക. അങ്ങനെ ബറിറ്റോസ് റെഡിയായി കഴിഞ്ഞു. Thank you for watching.